ബാർ കോഴക്കേസിൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി മുൻപാകെയാണ് സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യം അറിയിച്ചത്. ബാർ കോഴക്കേസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജു രമേശ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ബാർക്കോഴ കേസിൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സർക്കാർ അഭിഭാഷകൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയെ അറിയിച്ചു. കേസന്വേഷണത്തിന് കോടതി മേൽനോട്ടം വഹിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ബാർ ഉടമ ബിജു രമേശ് നൽകിയ ഹർജിയിന്മേലുള്ള തുടർവാദത്തിനിടെയാണ് സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യം അറിയിച്ചത്. കേസിൽ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ തുടരുകയാണ്. 400 ബാർ ഉടമകളുടെ മൊഴിയെടുക്കേണ്ടതിൽ 23 പേരുടെ മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയതെന്നും സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ സത്യസന്ധമായി അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിൽ വേണമെങ്കിൽ കോടതി മേൽനോട്ടം വഹിക്കണമെന്നായിരുന്നു ബിജു രമേശിന് വേണ്ടി ഹാജരായ ഹൈക്കോടതി അഭിഭാഷകൻ CP ഉദയഭാനുവിന്റെ വാദം. അന്വേഷണം 2 മാസങ്ങൾക്കകം പൂർത്തിയാക്കി റിപ്പോർട്ട് കോടതി സമർപ്പിക്കും എന്ന കാര്യം ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി അത് നോട്ട് ചെയ്തു. അതേസമയം സർക്കാർ അഭിഭാഷകന്റെ വാദങ്ങൾ കണക്കിലെടുത്ത് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന ബിജു രമേശിന്റെ ആവശ്യം തള്ളുകയാണെന്ന് പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി ജോൺ ഇല്ലിക്കാടൻ അറിയിച്ചു. കേസ് മെയ് 5-ന് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.